കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതിയെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ കമ്പനിക്ക് MSCക്ക് അവരുടെ ഷെയറിൻ്റെ 49% അദാനി കൈമാറാൻ തീരുമാനിച്ച വലിയ ഗൗരവമുള്ളൊരു പ്രശ്നം കേരളത്തിൻ്റെ മുമ്പിൽ വന്നു ചേർന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ കാര്യം അറിയില്ല എന്നാണ്. അദാനിയുമായി അടുത്ത് അദാനിയുമായി ബന്ധപ്പെട്ട് തന്നെ ബാംഗ്ലൂർ യാത്ര സംഘടിപ്പിച്ച വിവിധ ഡീലുകൾ അതിൻ്റെ തുടർച്ചയിൽ വൈറ്റ് പേപ്പർ ഉൾപ്പെടെ കൂട്ടിച്ചേർത്ത സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രത്യേക നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് പത്രങ്ങളിലൂടെ മാത്രമേ ഈ കാര്യം മനസ്സിലാക്കാനായിട്ടുള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് സാധാരണ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ സാധിക്കുന്നതോ ഉൾക്കൊള്ളാൻ കഴിയുന്നതോ ആയ ഒന്നല്ല. അത് ശരിയാവാൻ ഇടയില്ല. ഇവിടെ ഗൗരവമുള്ള പ്രശ്നം ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം ഇതിനകം നിരവധി മേഖലയിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ ദൗത്യം നിറവേറ്റി മുമ്പോട്ടേക്ക് പോവുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യത കേരള ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കരാറുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റായിരുന്നു കരാർ ഉണ്ടാക്കിയത് എന്ന കാര്യം അന്ന് തന്നെ അറിയുന്നതാണ്, വ്യക്തതയുള്ളതുമാണ്. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് രാജ്യത്തോട് പറഞ്ഞ ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കിയത്, ഇടതുപക്ഷമല്ല എന്ന് പറയുന്നതിന് നിങ്ങൾ അദാനിയുമായിട്ട് കരാറുണ്ടാക്കി തുറമുഖം തുടങ്ങി എന്ന കാര്യം പറയുണ്ടായി. അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്, തുറമുഖം തുടങ്ങിയത് അല്ലെങ്കിൽ കരാറിൽ ഒപ്പിട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അല്ല, UDF ഗവൺമെൻറ്റാണ്, ഉമ്മൻചാണ്ടിയാണ് ഒന്ന് മുഖ്യമന്ത്രി എന്ന കാര്യം അന്ന് വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോഴെനിക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അദാനിയുടെ 49% ഷെയർ യഥാർത്ഥത്തിൽ അദാനി ഇതേവരെ ചെലവാക്കിയതിൻ്റെ ആകെ തുക ഏതാണ്ട് 3000 കോടിക്ക് താഴെയാണ്. 3000 കോടി പോലും ഇതേവരെ ചെലവാക്കിയ പണം ഇല്ല. 13,000 കോടിക്കാണ് 49% അവരുടെ ഷെയർ മാറ്റി. എത്രയായിരം കോടിയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വ്യത്യാസം? ഇപ്പോൾ 3000 കോടി പോലും ഇതുവരെ ചെലവാക്കാത്ത അദാനി കമ്പനി 13,000 കോടിക്ക് അവരുടെ ഷെയറിൻ്റെ 49% ഗവൺമെൻറ് സമ്മതമില്ലാതെ, അങ്ങനെയാണല്ലോ കാണേണ്ടത്, 25%-ലധികം ഷെയർ കൈമാറുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് കരാറിലെ വ്യവസ്ഥ. ആ വ്യവസ്ഥയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. കാരണം ഞങ്ങളും VD സതീശനും തമ്മിലുള്ള ഡീൽ അടിസ്ഥാനപ്പെടുത്തി എന്തും തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ ഗുരുതരമായ പ്രത്യാഘാതം. ലോകത്തിലെ ശ്രദ്ധേയമായ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തന്ത്രപ്രധാനമായ ഒരു തുറമുഖം കൂടിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം. അതിൻ്റെ രാജ്യരക്ഷാപരമായിട്ടുള്ള ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് അതിൻ്റെ വളർച്ചയിൽ കുത്തകവൽക്കരിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കപ്പൽ ഇറക്കാനും അതിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് മുമ്പോട്ടേക്ക് പോകാനും കഴിയുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിലാണ്, മൾട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ തുറമുഖം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നത്. ഇത് മുഴുവൻ ഒരു കമ്പനിക്ക് തീരെഴുതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യമാണ് വരുന്നത്. ഇനിയിപ്പോഴും 25% ഷെയർ മാറ്റാൻ ഗവൺമെൻറ് സമ്മതം വേണം എന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ VD സതീശൻ ഈ 25%-ലധികം ഷെയർ മാറ്റുന്നതിന് അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയണം. സ്വാഭാവികമായിട്ടും അത് കുത്തകകൾക്ക് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കമ്പനിക്കും മത്സരാധിഷ്ഠിതമായിട്ട് വരാനും വോട്ടിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നതിന് പകരം ഈ രീതിയിലുള്ള നിലപാടിനെ കേരളം ശക്തിയായിട്ട് എതിർക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭാവി വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് വിഴിഞ്ഞം തുറമുഖവുമായിട്ട് നമ്മൾ കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇല്ലല്ലോ, നിങ്ങൾ 25%-ലധികം ഷെയർ കൊടുക്കാൻ ഗവൺമെൻറ് അംഗീകാരം വേണം. ആ അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് അറിയുന്നില്ലെന്ന് അതല്ലേ പറയുന്നത്. എന്നിട്ട് 49% വിൽക്കുകയല്ലേ. 3000 കോടി കുറവ് ചിലവാക്കിയിട്ട് 13,000 കോടിക്ക് ആ ഷെയർ 29%, അവരെ സംബന്ധിച്ചിടത്തോളം 49% വിൽക്കാൻ തീരുമാനിക്കുന്നു. അവർ പകുതി കൊടുക്കുമ്പോൾ 13,000 കോടി അവർക്ക് നേടാനാവുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ മലയാളം. സാധാരണ ഇത്തരം ഷെയറുകൾ പബ്ലിക് ഓപ്ഷനിലൂടെ നേടാവുന്നത് വാങ്ങാവുന്നതല്ല ആർക്കായാലും. ഞാൻ പറഞ്ഞ വ്യവസ്ഥ മനസ്സിലായില്ലേ? എന്തായിരുന്നു വ്യവസ്ഥ? 25%-ലധികം വിൽപ്പന നടത്തേണ്ടതുണ്ടെങ്കിൽ ലോക മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ അവർക്ക് പറ്റില്ല. ഗവൺമെൻറ്റിൻ്റെ സമ്മതം വേണം. സമ്മതം വാങ്ങിയില്ല, കൊടുത്തിട്ടുമില്ല. അപ്പോൾ എങ്ങനെയാണ് വിൽക്കാൻ പറ്റുക? അതാണ് കാര്യം. അങ്ങനെ വിൽക്കാൻ സാധിക്കുന്നതല്ല. സാധാരണ രീതിയിൽ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയില്ലാതെ നടത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഉണ്ടാവരുത് എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതാണ് സംബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ, നമുക്ക് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം, കോടിക്കണക്കിന് മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇന്നലത്തോടുകൂടി അത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി. ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി ഭരണം നടത്തുന്ന ആ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതി നടപ്പിലാക്കിയത്. ദുർബലരായ, പാവപ്പെട്ട, പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്കം, അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതം ഉറപ്പുവരുത്താൻ സാധിക്കുന്ന രീതിയിൽ, ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ ആ മേഖലയിൽ സാധിക്കത്തക്ക രീതിയിൽ ഒരിടപെടലായിരുന്നു അന്ന് വളരെ വ്യക്തമായ ഭരണഘടനാ ഭേദഗതിയിലൂടെ തൊഴിൽ അവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കി. ഇപ്പോഴും കഴിഞ്ഞ 1-ാം തീയതിയോടുകൂടി ആ പദ്ധതി പൂർണ്ണമായിട്ടും ഇല്ലാതായി. കഴിഞ്ഞ ദിവസം വന്ന പാർട്ടി പത്രത്തിൽ വിഴിഞ്ഞം LDF സർക്കാരിൻ്റെ ദീർഘകാല വീക്ഷണത്തിൻ്റെ കാര്യമാണ് അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അല്ല, അതിലൊന്നും സംശയമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്നും ഇന്നും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ മൂലധനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് സാധിക്കില്ല എന്നൊക്കെ ആദ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മുതലാളിക്ക് മാത്രം കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾ അംഗീകരിച്ചതല്ല. ഒരു കൺസോർഷ്യത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എല്ലാവരെയും യോജിപ്പിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, നായനാരുടെ ഗവൺമെൻറ് ഉൾപ്പെടെ, BSൻ്റെ ഗവൺമെൻറ് ഉൾപ്പെടെ അന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ അത് അദാനിക്ക് കൊടുത്ത ഒരു കരാർ ഉണ്ടാക്കപ്പെട്ടു. അത് തുടർച്ചയായിട്ട് മുമ്പോട്ടേക്ക് പോയി എന്ന് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത് വിഴിഞ്ഞ പദ്ധതിയെയും നന്നായിട്ട് നടത്തി കൊണ്ടുപോകണം തന്നെയാണ്. അങ്ങനെ പോകുമ്പോൾ വ്യവസ്ഥാപിതമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകണം. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അത് കുത്തവൽക്കരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. അല്ല, തെറ്റായ ആരും എന്ത് വന്നാലും ശരിയല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി, ഈ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതിക്ക് സമാന്തരമായിട്ട് അത്തരത്തിൽ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണെങ്കിൽ കേരളം അത്തരത്തിലൊരു പദ്ധതി വിഭാവനം ചെയ്യണം എന്നൊരു അഭിപ്രായം മാഷുണ്ടോ? അല്ല, കേരളം വിഭാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് 40% തന്നെ മാറ്റിവെക്കുമ്പോൾ 2,000-ലധികം കോടി രൂപ വേണം. അപ്പോൾ കേരളത്തിന് മാത്രമായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പ്രയാസമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ മാറ്റുക വേണ്ടേ. അല്ലാണ്ട് കേന്ദ്ര ഗവൺമെൻറ് മാറ്റാൻ തയ്യാറില്ല, നിങ്ങൾ മാറ്റിക്കുമെന്ന് പറയുന്നത് ശരിയില്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റാണ് മാറ്റേണ്ടത്. യെസ്. പക്ഷേ 20 വർഷം ശിക്ഷിച്ച ഒരാളെ ഭാരവാഹിയാക്കിയിട്ടുണ്ട്. നിഷാദ് എന്ന് പറയുന്നത് തളിപ്പറമ്പിൽ ശിക്ഷിക്കപ്പെട്ട അയാൾ ജയിലിലാണല്ലോ ഉള്ളത്. അപ്പോൾ ജയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം DYFI സംഘടന അവർ സ്വതന്ത്രമായി തീരുമാനിച്ചിട്ടുണ്ടാവും. എന്താണെന്ന് എനിക്കറിയില്ല, ഞാനല്ലോ അത് തീരുമാനിക്കും. നമുക്ക് നോക്കാം എന്താ ഇതിന് സംഭവം. ശിക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ട്. ആ വ്യക്തത വെച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം.